നമസ്കാരം. ദ ലീഡറിലേക്ക് സ്വാഗതം. കേരളം കാത്തിരുന്ന ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു DGP. മുഖ്യമന്ത്രിയോടൊപ്പം സ്ഥിരമായി സഞ്ചരിക്കുന്ന ഗൺമാൻമാരായ അനിൽകുമാർ, സന്ദീപ്, അതുകൂടാതെ അരുൺ, വിപിൻ, ഷൈജു എന്നീ പോലീസുകാരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി DGP സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഷൗക്കത്ത് അലി IPS നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ. പക്ഷേ ഇത് സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കാരണം AD തോമസ് MLA ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരുടെ തലയിലാണ് ഏറ്റവും മൃഗീയമായിട്ടുള്ള ഈ പരിക്കേൽക്കൽ ഉണ്ടായത്. തലയിൽ അടിയേറ്റാൽ സ്വാഭാവികമായും വധശ്രമത്തിന് പോലും കേസെടുക്കാം. പ്രാഥമിക ഘട്ടത്തിൽ സസ്പെൻഷന് വിധേയരാകുന്ന ഈ പോലീസുകാർക്കെതിരെ ഇനി നിരവധിയായിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തപ്പെടുക തന്നെ ചെയ്യും. ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ വിചാരണ തടവുകാരായി ഈ 5 പേരെയും ജയിലിലടക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് DGPയും കേരള സർക്കാരും മുന്നോട്ടു പോകുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന എല്ലാ പോലീസ് ഓഫീസർമാർക്കും എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള താക്കീതാണ് ഇത്. എന്ത് സംഭവിച്ചാലും തങ്ങളെ സംരക്ഷിക്കാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മന്ത്രി ഉണ്ടാകും എന്ന് ചിന്തിച്ച് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് എടുത്തു ചാടുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും, പോലീസുകാർക്ക് മാത്രമല്ല, ഇതൊരു വലിയ പാഠമായി മാറുകയാണ്. നോക്കൂ, പിണറായി വിജയന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ പുറത്തേക്ക് ഓടി വന്ന 5 പോലീസുകാർ അന്ന് മൃഗീയമായ മർദ്ദനത്തിനിരയായി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെ കണ്ട് കേരളത്തിന്റെ മനസാക്ഷിയാകെ മരവിച്ചു നിന്നു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ രക്ഷാപുരുഷന്മാർക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ എയ്യുകയും ചെയ്തു. എന്നിട്ടും കുലുക്കമില്ലാതെ ഇത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുകയും അതിനുശേഷം ആലപ്പുഴ DYSP തയ്യാറാക്കി കൊണ്ടുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ കേരളത്തിലെ ADGP-യായി ഇപ്പോൾ ഇരിക്കുന്ന അജിത് കുമാർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ കീറിക്കളയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എവിടെയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരും. അവിടെയാണ് ഒരു കാവ്യനീതി പോലെ പിണറായി വിജയന്റെ ഭരണം അവസാനിക്കുകയും 102 സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തന്നെ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതായിരുന്നു. ആ അന്വേഷണം നടത്താൻ വേണ്ടി, വളരെ ജാഗ്രതയോടുകൂടി അന്വേഷണം നടത്താൻ വേണ്ടി ഷൗക്കത്ത് അലി IPSനെ നിയോഗിക്കുകയും ചെയ്തു. അതിവേഗത്തിലാണ് അദ്ദേഹം അന്വേഷണം പൂർത്തിയാക്കിയത്. ഇതിന് വിധേയരായിട്ടുള്ള ആളുകളുമായി അദ്ദേഹം മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. ഇതിൽ പങ്കാളികളായിട്ടുള്ള പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തി. DYSP റാങ്കിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി രേഖപ്പെടുത്തി. സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിനെല്ലാം ശേഷം അതിവേഗം തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ട് DGPക്ക് കൈമാറുകയാണ്. DGPക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത് ഇന്നലെയാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ 5 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷൻ ആദ്യപടി മാത്രമാണ് എന്ന് വാർത്തകൾ പുറത്തു വരികയാണ്. 10 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുറ്റമാണ് ഈ 5 പേരും ചെയ്തത് എന്ന് വളരെ കൃത്യമായി ഇപ്പോൾ അഭിഭാഷക സമൂഹം വ്യക്തമാക്കുന്നു. ഏതായാലും ഇതൊരു താക്കീതായി കേരളത്തിൻ്റെ മുന്നിൽ ഉണ്ടാവുക തന്നെ ചെയ്യും.